സുഹൃത്തുക്കളെ, പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അവസാനം വരെ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മതവിമർശനം നടത്തുമ്പോൾ ഏതൊരു കാര്യവും ചെയ്യും പോലെ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം, ആരോടാണ് നമ്മൾ പറയുന്നത്, ആ പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ ജയിലിലായതിനു ശേഷം മതവിമർശനത്തിൻ്റെ രീതികൾ അങ്ങ് മാറി. എസ്എൻസുകാർ പറയുന്നു ഞാൻ തെറിവിളിയനാണ്, അതാണ് ഇതാണെന്നൊക്കെ. 2017 വരെ ഇവിടെ ഇസ്ലാമിക വിമർശനം ഉണ്ടായിരുന്നു, മതവിമർശനം ഉണ്ടായിരുന്നു. ജബ്ബാർ മാഷൊക്കെ ഒരുപാട് കാലമായിട്ടൊക്കെ ഇത് ചെയ്യുന്നതാണ്. സയ്യിദ് മുഹമ്മദ് ആനക്കയം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ 2017 ശേഷം അതിന് പ്രത്യേക ഒരു മാറ്റങ്ങളുണ്ടായി. അത് എസ്എൻസുകാരാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, മുമ്പ് പലരും എന്നോട് പറഞ്ഞതുപോലെ മുഖം മറച്ചിട്ടായിരുന്നു മതവിമർശനം നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. ഒരു മതമണ്ടനായിട്ട് മതവിമർശനത്തെ നോക്കിക്കണ്ട എനിക്ക് അതിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം മുഖത്തിലാണ് മതവിമർശനം നടത്തിയത്. എൻ്റെ ഫേസ്ബുക്ക് ID അയ്യപ്പ തീവ്രവാദികൾ പൂട്ടിച്ചതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ആ ID വെച്ചിട്ടാണ് ഞാൻ ഇസ്ലാമിക മതവിമർശനം സ്വന്തം മുഖത്തിൽ വിളിച്ചു പറഞ്ഞത്. മുഹമ്മദ് നബി അല്ലെങ്കിൽ മുഹമ്മദ് തീവ്രവാദിയാണെന്നും സഫിയെ ആക്രമിച്ച കാര്യവും സ്വന്തം മുഖത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായിട്ട് പറയുന്നത് ഞാനാണ്. അപ്പം ഞാൻ പറയുന്നു, ആൾക്കാർ പ്രതികരിക്കുന്നില്ല, കേസാവുന്നില്ല, ജയിലിലാവുന്നില്ല. അത് കണ്ടപ്പോൾ മറ്റുള്ളവരും അത് തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ ക്രിസ്ത്യാനികളും സംഘികളുമൊക്കെ ഫണ്ട് ചെയ്തു. പ്രത്യേകിച്ചിട്ടും ക്രിസ്ത്യാനികൾ, അമേരിക്കൻ UK ടൈപ്പ് ക്രിസ്ത്യാനികൾ. അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു വ്യത്യാസമുണ്ട്, അത് പ്രൊട്ടസ്റ്റൻ്റുകളാണ്. ഇപ്പോൾ പാലസ്തീനിൽ തന്നെ ഇസ്രായേലിലെ മാർപ്പാപ്പ വിമർശിക്കാറുണ്ട്. കാരണം അതിൽ ഒരു മതപരമായ കാരണം കൂടിയുണ്ട്. അപ്പോൾ ഇവരുടെ ഫണ്ട് വാങ്ങി ഏകപക്ഷീയമായ മതവിമർശനം നടത്തിയത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഒപ്പം നിന്നിട്ട് സംഘികളും ക്രിസംഘികളും പെന്തക്കോസ്തുകാരും മുതലെടുക്കാൻ പാടില്ല. ഞാൻ ചെയ്യുന്നതിൻ്റെ ഗുണം മനുഷ്യരാണ് അനുഭവിക്കേണ്ടത്, അല്ലാതെ മത തീവ്രവാദികളല്ല. അതിനുള്ള പണി ഞാൻ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തോട് ദ്രോഹം ചെയ്യും. ഞാൻ എത്ര കാലം വരെ ജീവിച്ചിരിക്കുന്ന എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രവൃത്തികൾ എനിക്ക് ശേഷം മത തീവ്രവാദികൾ മുതലെടുക്കാതിരിക്കുന്ന തരത്തിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ജയിലിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം 2-3 ഇസ്ലാമിക വിമർശനം നടത്തി. അപ്പോൾ എനിക്ക് ക്രിസംഘികളും ഒക്കെ നല്ല സപ്പോർട്ട്, ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഫണ്ട് വരും, നല്ല ഫണ്ടിങ് ഒക്കെ തരുന്നു. അപ്പോൾ അതിലെനിക്ക് സുഖം പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം എനിക്ക് ആ ഫണ്ട് കിട്ടുന്നു, വേറെ റിസ്ക് ഒന്നും എടുക്കണ്ട. രാത്രി ഒരു 9 മണിയാകുമ്പോൾ ലൈവ് ഇങ്ങനെ ഇടുക, ഫണ്ടിങ്ങനെ വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, പക്ഷേ യേശു നല്ലവനാണ്, യേശു ഒരു പാവമല്ലേ എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടു എന്നതിന് അർത്ഥമുള്ളൂ. അവൻ മനുഷ്യനായി എന്നൊന്നും അർത്ഥമില്ല, അവന് ബുദ്ധി വന്നു എന്നൊന്നും അർത്ഥമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് തെളിവ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികൾ, ജൂതനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികൾ, അവസാന കാലഘട്ടത്തിൽ യേശു വരുമെന്നും അതിന് ജെറുസലേമും പാലസ്തീനും ഒക്കെ ജൂത അധീനതയിൽ വരണമെന്നും വിചാരിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. മറ്റ് 6 ഭൂഖണ്ഡങ്ങളും ക്രിസ്ത്യാനികൾ കീഴടക്കി അവിടെ അറുത്തു, കൊന്നു, ബലം പ്രയോഗിച്ച് എല്ലാം ചെയ്തു. അവിടുത്തെ തദ്ദേശീയ ജനതയും സംസ്കാരത്തെയും ഇല്ലാതാക്കി. ഏഷ്യയിൽ അത് അവർക്ക് പറ്റുന്നില്ല. ജൂതന്മാരെ യൂറോപ്പിൽ നിന്നും അടിച്ചോടിച്ച് പാലസ്തീനിലോട്ട് കൊണ്ടുവരുന്നു, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നുമില്ല. നെറ്റിൽ അടിച്ചു നോക്കുക, അന്വേഷിക്കുക എന്താണ് ക്രിസ്ത്യൻ സയണിസം എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. യൂട്യൂബിലേക്ക് ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. എന്നോട് പലരും പറഞ്ഞു ഞാൻ ഇപ്പോൾ ക്രിസ്തുവിനെ രഹസ്യമായിട്ട് ആരാധിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇവിടെ ചിലർ എടുത്ത പണി ക്രിസ്ത്യാനിറ്റി വളർത്തലാണ്. ഈ പെന്തക്കോസ്ത് പോലെ, മാർട്ടിൻ ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയായിരുന്നു. മാർട്ടിൻ കേരളത്തിൽ ഭീകരാക്രമണം നടത്തി ആളെ കൊന്ന ഒരേ ഒരു മനുഷ്യൻ പെന്തക്കോസ്തുകാരനായ മാർട്ടിനാണ്, ക്രിസ്ത്യാനിയായ മാർട്ടിനാണ്. നമ്മൾ മതവിമർശനം നടത്തുന്നത് ഈ മാർട്ടിന്മാരെ ഉണ്ടാക്കാനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ക്രിസ്ത്യൻ തീവ്രവാദത്തിനെതിരെ പറഞ്ഞപ്പോൾ, അവരെന്നെ അകത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുകളില്ല. പൈസ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പരസ്യമായിട്ട് എന്നെ അനുകൂലിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം എസൻസ് പോലത്തെ മിക്ക സംഘടനകളും ഇവരെ ഫണ്ടിങ്ങിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ, യൂറോപ്പ്, അമേരിക്കൻ പോലെയുള്ള നാടുകളിലെ ക്രിസ്ത്യൻ ഫണ്ട് ആശ്രയിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. ക്രിസ്ത്യാനികളെ വെറുപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല. അവിടെ പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പ്ലെയിനിൽ കയറി പോയിട്ട് അമേരിക്കയിലെത്തിയാൽ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന സ്വതന്ത്ര ചിന്തകരുണ്ട്. UK എത്തിക്കഴിഞ്ഞാൽ എന്തോ സംഭവമോ എന്ന് വിചാരിക്കുന്ന സ്വതന്ത്ര ചിന്തകരുണ്ട്. അവിടെയും ഇവിടെയും ഭൂമിയൊക്കെ സെയിമാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പം അവരെ സുഖിപ്പിച്ച് അങ്ങോട്ട് കയറിപ്പോവുക അല്ലെങ്കിൽ അവരുടെ ഫണ്ട് കൈപ്പറ്റുക എന്ന് വിചാരിക്കുന്നവർക്ക് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റില്ല. 1000 ഇസ്ലാം മത വിമർശനം നടത്തുമ്പോൾ 10 സംഘീയ വിമർശനം നടത്തും, ഒരു ക്രിസ്ത്യൻ വിമർശനം നടത്തും. ആരെ ബോധിപ്പിക്കാൻ? ഞാൻ 24 മണിക്കൂറും ഇസ്ലാം മത വിമർശനം നടത്തുന്ന ആളുകളെ വെല്ലുവിളിക്കുകയാണ്. 2 മാസം തുടർച്ചയായിട്ട് ക്രിസ്ത്യൻ ഹിന്ദു വിമർശനം നടത്തി നോക്ക്. അപ്പം അറിയാം യഥാർത്ഥ സ്വതന്ത്ര ചിന്തകർ എത്രയുണ്ട്, അവരിൽ എത്ര പേർ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബർമാരായിട്ടുണ്ട് എന്ന്. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ആ പൊട്ടന്മാരെ മുതലെടുക്കുന്നു, അവരുടെ മതഭ്രാന്തിനെ മുതലെടുക്കുന്നു. പക്ഷെ അത് സമൂഹത്തിൽ വലിയ ദുരന്തമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. എന്റെ മുഴുവൻ പേര് ഷമീർ അബ്ദുൽ സലാം എന്നാണ്. പാപ്പാന്റെ പേര് അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഈ പെന്തിക്കോസി പ്രസംഗിക്കാൻ വരുന്നത് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റു ചില സുവിശേഷ യോഗങ്ങളുടെ നോട്ടീസുകൾ നമ്മൾ പരിശോധിച്ചാൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട പേരുകാരാണ് പ്രസംഗകരായിട്ട് വരുന്നത്. പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, പാസ്റ്റർ മുനീർ കാസർഗോഡ്, പാസ്റ്റർ റഫീഖ് വയനാട്, പിന്നെ സൗദാ ബീവി, റംല തോമസ്, ജമീല ബീവി, അങ്ങനെ പറയാൻ തുടങ്ങിയ സമയം പോകും. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ സത്യദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി കഴിഞ്ഞിരിക്കും. ഇനി മറുഭാഗത്തെ ഒരു നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ സുരേഷ്, രതീഷ്, രമേശ്, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി, കുട്ടപ്പൻ, സോമൻ യേശുവിന്റെ പിന്നാലെയാണ്. ഇപ്പൊ ഇവിടെ ചാനൽ പേരുകളുണ്ട്. അതുകൊണ്ടായി യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇതാണ് അവസ്ഥ. ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹിന്ദുയിസം മാത്രം ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവസരം കാറ്റെറിഞ്ഞ് ചെയ്യുക. നിങ്ങൾ ഈ മതവിമർശകരുടെ കമൻറ്റ് ബോക്സിലും ലൈവിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ആരാളുള്ളതെന്ന് നോക്കുക. ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരാണ്. ഇവന്മാർക്ക് 24 മണിക്കൂർ വേറെ പണിയൊന്നുമില്ല. ഈ മതം പ്രചരിപ്പിക്കുക എന്നുള്ള പണിയേ ഉള്ളൂ. അപ്പോൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ, ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റിനോടൊന്നും പറയാനില്ല. ഈ ഷമീറിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ എന്നാണ് ഇവരെ പറ്റി പറയുന്നത്. ഇവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ക്രിസ്ത്യാനിറ്റി വിമർശിക്കില്ല. ഒരു മുസ്ലിമായ ഒരാൾ ഇസ്ലാമിനെ വിമർശിക്കില്ലല്ലോ. ഒരു ക്രിസ്ത്യാനി മറ്റു മതങ്ങളെ വിമർശിക്കും, പക്ഷേ ക്രിസ്ത്യാനിറ്റി വിമർശിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ തിരിച്ചറിയാൻ, ഈ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളെ തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്. അവർ ക്രിസ്ത്യാനിറ്റിയെ പരസ്യമായിട്ട് വിമർശിക്കില്ല. രഹസ്യമായിട്ട് വിമർശിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. പരസ്യമായിട്ട് എന്തായാലും വിമർശിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യാനികളെ തിരിച്ചറിയുക. ഇങ്ങനെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യാനികളെ മുതലെടുക്കുന്നവരെയും തിരിച്ചറിയുക. ഇവരൊന്നും സാമൂഹിക നന്മ ഉദ്ദേശിക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.